ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ? എന്നാൽ എന്തോന്ന് വിളി കേൾക്കണം കേട്ടോ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്ത് രസമാണ് നിങ്ങളുടെ വിളി കേൾക്കുമ്പോൾ. സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് തുടങ്ങണം, വേണ്ടേ? ഈശോയെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് ഇന്ന് നമ്മളെ ഒരുമിച്ച് കൂട്ടി ഈശോയെക്കുറിച്ച് പഠിക്കാൻ, ഈശോയെ അറിയാൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ഈശോയോട് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൂപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കഴിഞ്ഞ പാഠത്തിലൂടെ ഞങ്ങൾ പഠിച്ചു, അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോ വ്യക്തികളെയും ശക്തിപ്പെടുത്തുകയും വിശ്വാസം പകർന്നു കൊടുക്കുകയും തീക്ഷ്ണതയോടെ വചനം പ്രസംഗിക്കുകയും ചെയ്തത് ഞങ്ങൾ പഠിച്ചു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് വലിയ അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, കൂടുതൽ അങ്ങയെക്കുറിച്ച് പഠിക്കുവാനും അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനും ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാം അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഇരിക്കുക. സന്തോഷമല്ലേ? സന്തോഷമാ. എന്താ സന്തോഷം? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചപ്പോൾ നമുക്കെല്ലാം സന്തോഷമായിരുന്നല്ലേ? എന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്? എന്തിനെക്കുറിച്ചായിരുന്നു? പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും അല്ലേ? പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും സിഹിയോൻ ഊട്ടിശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദം അവിടെ നിറഞ്ഞു. വലിയ കൊടുങ്കാറ്റുണ്ടായി അല്ലേ? തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ വന്നു നിറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉറക്കെ പ്രസംഗിക്കുവാൻ തുടങ്ങി. ഏത് ഭാഷയിലാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ, യഹൂദരവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഈ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അവരോരോരുത്തരും അവരുടെ ഭാഷകളിൽ അത് കേൾത്തു. അവരത്ഭുതപ്പെട്ടു എന്നാണ് പറഞ്ഞതല്ലേ? അവരത്ഭുതപ്പെട്ടു. എന്നിട്ട് പത്രോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു കിടിലം പ്രസംഗം അങ്ങ് കാച്ചി അല്ലേ? എന്താ പറഞ്ഞ്? ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്: അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രന്മാരും ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞ് പത്രോസ് വളരെ തീക്ഷ്ണമായിട്ട് പ്രസംഗിച്ചു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം നുറുങ്ങി. അവരെന്താ ചോദിച്ചത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞു. പത്രോസിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ പഠിച്ചു 3000 പേരാണ് ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടത്. 3000 പേര് മാനസാന്തരപ്പെട്ട്. എന്നിട്ട് നമ്മൾ പഠിക്കുകയാണ്, മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചവരെ എല്ലാം ഈശോ അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു എന്നല്ലേ? അതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ മാറ്റങ്ങൾ, പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ബാക്കി ആളുകൾക്കുണ്ടായ മാറ്റങ്ങൾ, അതല്ലേ നമ്മൾ പഠിച്ചത്? അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിൽ വിശ്വാസം പകർന്നു തന്ന തോമാശ്ലീഹായെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമുക്കറിയാം, ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട് അവരോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ കാര്യമെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ ഇന്ന് അതാ നമ്മളോട് സംസാരിക്കുന്നത്. കുഞ്ഞുമക്കളായ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്
ഈശോ നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കൊന്ന് ശ്രവിക്കാം. മക്കൾ വളരെ ശ്രദ്ധയോടെയും വളരെ തീക്ഷ്ണതയോടെയും ഇരിക്കണം. ശിഷ്യന്മാരോട് ഈശോ എന്താണ് പറഞ്ഞതെന്ന് കേട്ടോ നമുക്ക് കേൾക്കണ്ടേ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായമാണ്, 14 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവൻ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞേ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കറിയാം, നമ്മൾ വായിച്ച് കേട്ടത് ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. ഈശോയുടെ ആ വാക്കുകൾ നമ്മുടെ ശിഷ്യന്മാർ ശിരസ വഹിച്ചു. അവർ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഹൃദയം കൊണ്ട് സ്പർശിച്ചത്, കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ വാക്കുകൾ വേറെ ആരും പറഞ്ഞതല്ല, ഇതറിയിക്കുവാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞല്ലേ. വിശുദ്ധ തോമാസ് ലീഹ സുവിശേഷ സന്ദേശവുമായി ഭാരതത്തിലേക്ക് വന്നു. നോക്കിയേ, ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. വിശുദ്ധ തോമാസ് ലീഹ വന്നതിനെക്കുറിച്ചും തോമാസ് ലീഹയുടെ മരണത്തെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ വീഡിയോ ഒന്ന് കണ്ടേ. ഗലീലിയയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പസ്തോല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ധീരപുരുഷനാണ് ദീദിമോസ് എന്ന തോമസ്. പുനരുത്ഥാനത്തിൽ സംശയിച്ച ശ്ലീഹ അവിടുത്തെ കണ്ട ശേഷം എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ വിശ്വാസം പ്രഘോഷിച്ചു. And thrust it into my side. Be not faithless, but believing. My Lord and my God. പെന്തക്കുസ്തായ്ക്ക് ശേഷം മെദിയ, എത്യോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം അദ്ദേഹം ഭാരതത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ AD 52 തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാല്യങ്കര എന്ന പ്രദേശത്ത് വന്നിറങ്ങി. AD 1-ാം നൂറ്റാണ്ടിൽ കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ചേരരുടെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരായിരുന്നു. ഏതാനും മാസം അവിടെ സുവിശേഷ പ്രഘോഷണം നടത്തി. അതിനുശേഷം അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. മാർ തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളെപ്പറ്റിയും സ്ഥാപിച്ചിട്ടുള്ള സഭാ സമൂഹങ്ങളെപ്പറ്റിയും ഒട്ടനേകം പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. തോമാസ് ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, തൃശൂർ ജില്ലയിലെ പാലയൂർ, എറണാകുളം ജില്ലയിലെ പറവൂർ, ആലപ്പുഴ ജില്ലയിലെ കോക്കമംഗലം, പത്തനംതിട്ട ജില്ലയിലെ നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ പള്ളികളും അദ്ദേഹം സ്ഥാപിച്ചു. മൈലാപ്പൂരിലെ ചിന്നമലയിൽ അദ്ദേഹം ഒരു കൽക്കുരിശ് സ്ഥാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് പ്രായാധിക്യവും ക്ഷീണവും അദ്ദേഹത്തെ തളർത്തി. ഒരിക്കൽ അവിടെ പ്രാർത്ഥിക്കുന്ന സമയം ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി.
AD 72 ജൂലൈ 3 തോമാസ് ശ്ലീഹായുടെ മരണവാർത്ത ഞെട്ടലോടെ നാട് കേട്ടു. ഭക്തജനങ്ങൾ ഓടിക്കൂടി. തോമാസ് ശ്ലീഹായുടെ പൂജ്യ ശരീരം മൈലാപ്പൂർ കടൽ തീരത്തിന് സമീപം ഒരു ചെറിയ പള്ളിയിൽ പൂജ്യമായി സംസ്കരിച്ചു. കണ്ടോ, വീഡിയോ കണ്ടോ? തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. നമുക്കറിയാം, ഡിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമാസ് ശ്ലീഹയാണ് ഭാരതത്തിലേക്ക് വന്നതല്ലേ. തോമാസ് ശ്ലീഹായുടെ മറ്റൊരു പേരെന്തായിരുന്നു? ഡിദീമോസ്. മറന്നു പോകരുത് കേട്ടോ. തോമാസ് ശ്ലീഹായുടെ മറ്റൊരു പേരെന്താണ്? ഡിദീമോസ്. ഈ ഡിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചവനാ തോമാസ് ശ്ലീഹ അല്ലേ. അവനോടുകൂടെ പോയി മരിക്കാമെന്ന് ഈശോ ബഥാനിയയിലേക്ക് പോയപ്പോൾ അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ അത്ര തീഷ്ണതയുണ്ടായിരുന്നു തോമാസ് ശ്ലീഹായ്ക്ക്. ഈ തോമാസ് ശ്ലീഹ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നു. AD 52 തോമാസ് ശ്ലീഹ നമ്മുടെ ഭാരതത്തിൽ വരുന്നത്. എന്നാ ജോസുകുട്ടി? AD 52 മറന്നു പോകരുത് കേട്ടോ. AD 52 തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് വരുന്നത്. മുസൂരിയസ് എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ തോമാസ് ശ്ലീഹ കപ്പലിറങ്ങി. അന്ന് അവിടെ അനേകം യഹൂദർ താമസിച്ചിരുന്നു. ഈ കൊടുങ്ങല്ലൂരിൽ, മുസൂരിയസ് എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ അനേകം യഹൂദർ താമസിച്ചിരുന്നു. ആദ്യമായി തോമാസ് ശ്ലീഹ അവിടെ വന്ന് കപ്പലിറങ്ങി. നമുക്കറിയാം, നവംബർ 21 നമ്മൾ തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെ നമ്മൾ അനുസ്മരിക്കുന്നത്. നവംബർ 21 എൻ്റെ മക്കൾ മറക്കരുത് കേട്ടോ. തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെ നമ്മൾ അനുസ്മരിക്കുന്നത് നവംബർ 21 തോമാസ് ശ്ലീഹ വന്നിട്ട് 7 പള്ളികൾ, 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. എത്ര പള്ളികളാണ്? 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് തോമാസ് ശ്ലീഹ ഭാരതത്തിൽ വന്നിട്ട്. ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. കണ്ടോ? ചിത്രം കണ്ടോ? ഇത് പള്ളികളുടെ നിർമ്മാണമായിട്ട് നമ്മൾ കരുതരുത്. തോമാസ് ശ്ലീഹ ഈ 7 സ്ഥലങ്ങളിൽ, അല്ലെ 7.5 സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ പള്ളികളുടെ നിർമ്മാണമായിട്ടല്ല നമ്മളതിനെ കരുതേണ്ടത്. തോമാസ് ശ്ലീഹായുടെ തീഷ്ണത കണ്ട്, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് തോമാസ് ശ്ലീഹ പ്രസംഗിച്ചപ്പോൾ 7 സ്ഥലങ്ങളിൽ വിശ്വാസ സമൂഹങ്ങൾ രൂപം കൊണ്ടു. ഈശോയെക്കുറിച്ച് തോമാസ് ശ്ലീഹ പ്രസംഗിച്ചപ്പോൾ, ഈശോയെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ വിവരിച്ചപ്പോൾ, നമുക്കറിയാം നമ്പൂതിരിയുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടില്ലേ? വെള്ളം ആകാശത്തേക്ക് കുളത്തിൽ നിന്ന് വാരി എറിഞ്ഞപ്പോൾ വെള്ളം താഴേക്ക് വന്നു അല്ലേ. തോമാസ് ശ്ലീഹ ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇത് കേൾക്കുകയല്ലേ? എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ വെള്ളം അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. തോമാസ് ശ്ലീഹ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് എന്തു ചെയ്തു? വെള്ളം മുകളിലോട്ട് ഇങ്ങനെ എറിഞ്ഞപ്പോൾ വെള്ളം മുകളിൽ വരാതെ നിന്നു. അനേകരെ മാനസാന്തരപ്പെട്ട് തോമാസ് ശ്ലീഹായുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് മാനസാന്തരപ്പെട്ടു. ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു. സാറ് പറഞ്ഞു, എവിടെയൊക്കെയാണ് ഈ പടം നിങ്ങൾ കണ്ടല്ലേ? എവിടെയൊക്കെയാണ് സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തത്? നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ 7 സ്ഥലങ്ങളിലാണ് സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തത്. 7.5 പള്ളികൾ പണിതുവെന്നാണ് പറയുന്നത്. തിരുവിതാംകോട് എന്ന അരപ്പള്ളിയാണ് തോമാസ് ശ്ലീഹായുടെ 7.5 പള്ളി എന്ന് പറയുന്നത്. തിരുവിതാംകോടാണ് അരപ്പള്ളി എന്ന് പറയുന്നത്. ഏതാണെന്ന് എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ എന്നിവയാണ് ആ 7 സ്ഥലങ്ങൾ. അതുപോലെ തിരുവിതാംകോട് എന്ന അരപ്പള്ളി. അങ്ങനെ 7.5 പള്ളികളാണ് തോമാസ് ശ്ലീഹ സ്ഥാപിച്ചത്. നമുക്കറിയാം, മാർത്തോമാ ശ്ലീഹായെക്കുറിച്ച് വളരെയേറെ വിവരങ്ങൾ നൽകുന്ന ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. ഏതാ? തോമായുടെ നടപടികൾ. നല്ല പുസ്തകമാണ് അല്ലേ? നല്ല പേരല്ലേ? തോമായുടെ നടപടികൾ. തോമാസ് ശ്ലീഹായെക്കുറിച്ച്, തോമാസ് ശ്ലീഹ എങ്ങനെയാണ് ഭാരതത്തിൽ വന്നത്, അതുപോലെ സുവിശേഷം പ്രസംഗിച്ചത് എങ്ങനെയാണ്, രക്തസാക്ഷിയായത് എങ്ങനെയാണ് എന്നൊക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഏത് പുസ്തകത്തിലാണ്? തോമായുടെ നടപടികൾ. ഈ തോമായുടെ നടപടികൾ എൻ്റെ മക്കൾ എവിടെയെങ്കിലും ലൈബ്രറിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ. വളരെ മനോഹരമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണെന്നറിയാമോ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തോമാസ് ശ്ലീഹായെക്കുറിച്ച്, ഭാരതത്തിൽ വന്നതിനെക്കുറിച്ചും മാനസാന്തരപ്പെടുത്തിയതിനെക്കുറിച്ചും മാമോദീസ നൽകിയതിനെക്കുറിച്ചും അതുപോലെ സുവിശേഷം പ്രസംഗിച്ചതിനെക്കുറിച്ചും രക്തസാക്ഷി ആയതിനെക്കുറിച്ചും എല്ലാം ഈ തോമായുടെ നടപടികളിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ പുരാതന പാട്ടുകൾ,
തോമാശ്ലീഹായെക്കുറിച്ച് പുരാതന പാട്ടുകളുണ്ട്. അരജൻ്റെ മുൻപിൽ ചെന്ന് പള്ളിക്കൊരു ചെമ്പേടെഴുതി ആദിത്യൻ ചന്ദ്രവാനെ സാക്ഷിയും വെച്ചു. കേട്ടിട്ടുണ്ടോ? അരജൻ്റെ മുൻപിൽ. അരജൻ ആരാ? രാജാവ്. തോമാശ്ലീഹ വന്നിറങ്ങിയപ്പോൾ ആരും സാക്ഷി നിൽക്കാനില്ല. രാജാവിനോട് ചെന്ന് ചോദിച്ചു, ഞാനൊരു പള്ളി പണിതോട്ടെ എന്ന് ചോദിച്ചു. രാജാവ് അനുവാദം കൊടുത്തു. പക്ഷേ ഒരു എഗ്രിമെൻ്റ് എഴുതി. എഗ്രിമെൻ്റ് എഴുതിയപ്പോൾ സാക്ഷി നിർത്താൻ ആരുമില്ല. അരജൻ്റെ മുൻപിൽ ചെന്ന് പള്ളിക്കൊരു ചെമ്പേടെഴുതി ആദിത്യൻ ചന്ദ്രവാനെ സാക്ഷിയും വെച്ചു. സൂര്യനെയും ചന്ദ്രനെയാ സാക്ഷി വെച്ചത്. നോക്കിക്കേ മക്കളെ, ആര് സാക്ഷി നിർത്താനില്ലാഞ്ഞിട്ട് നമ്മുടെ തോമാശ്ലീഹ ആദിത്യനെയും ചന്ദ്രവാനെയും സാക്ഷി വെച്ചെന്ന പുരാതന പാട്ടുകൾ. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താ? മാർഗംകളി. ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത്, ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ, ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് മെയ്ക്കേണീന്ത പീലിയുമായിൽ, കേട്ടിട്ടില്ലേ? തെയ് തെയ് എന്നും പറഞ്ഞുകൊണ്ട് ചാടി നമ്മുടെ അമ്മമാരൊക്കെ ചാടി കളിക്കുന്ന മാർഗംകളി. അതുപോലെ വാളും പരിചയമൊക്കെ പിടിച്ച് കളിക്കുന്ന ഒരു കളിയുണ്ട്. എന്താ? പരിശുമുട്ട്. മോശ തൻ്റെ ആടുമേച്ചു കാനനത്തിൽ നിൽക്കുന്നേരം മുൾപ്പടർപ്പിലെരിഞ്ഞിടാതെ കത്തുന്ന അഗ്നിജ്വാല കണ്ടു. ഇത്താ കണ്ടിട്ടില്ലേ? വാളും പരിചയമൊക്കെ ആയിട്ട് വെട്ടുന്നത്. ഇതെല്ലാം നമ്മുടെ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നതിനെക്കുറിച്ച് ഉള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ കലാരൂപങ്ങളുമാണ് കേട്ടോ. തോമാശ്ലീഹ എങ്ങനെയാണ് ഭാരതത്തിൽ വന്നത്, ഭാരതത്തിൽ വന്ന് എന്തെല്ലാമാണ് ചെയ്തത്, അല്ലെങ്കിൽ വിശ്വാസം പ്രഘോഷിച്ചത് എങ്ങനെയാണ്, രക്തസാക്ഷിയായത് എങ്ങനെയാണെന്നൊക്കെ ഈ പുരാതന പാട്ടുകളും മാർഗംകളിയും പരിശുമുട്ടുകളിയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതാ. ക്രൈസ്തവരുടെ കലാരൂപങ്ങളാ. ഏത്? മാർഗംകളി, ചവിട്ടുനാടകം, അതുപോലെ പരിശുമുട്ടുകളിയൊക്കെ കേട്ടോ. AD 72 നമ്മൾ തോമാശ്ലീഹായെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടു അല്ലേ? AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് ശത്രുക്കളുടെ ശൂലത്താൽ മുറിവേറ്റ് തോമാശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചു. നമുക്കറിയാം ചിന്നമലയിൽ തോമാശ്ലീഹ ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഗുഹ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? കുറേ കൈകൾ പൊങ്ങുന്നുണ്ട്. സാർ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ചിന്നമലയിൽ തോമാശ്ലീഹ പാറയിൽ മുട്ടുകുത്തി നിന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മുഴുവൻ കരിങ്കല്ല് മുഴുവൻ കുഴിഞ്ഞായിരിക്കുന്നു. അത്ര തീക്ഷ്ണമായിരുന്നുവെന്നു തോമാശ്ലീഹായുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നിങ്ങൾ മൈലാപ്പൂരൊന്ന് പോകണം കേട്ടോ. നമുക്ക് നമ്മുടെ ഹൃദയം ജ്വലിക്കും. തോമാശ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ. കരിങ്കല്ല്, തോമാശ്ലീഹ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച കരിങ്കല്ലെല്ലാം കുഴിഞ്ഞ്, കൈകൾ വെച്ച സ്ഥലമെല്ലാം നല്ല കുഴിഞ്ഞ് അത്ര തീക്ഷ്ണമായിട്ടാണ്. എത്രയോ ദിവസം പ്രാർത്ഥിച്ചാലാ അത്രയൊരു ഇത് കരിങ്കല്ലിന് സംഭവിക്കുന്നത്. അപ്പോൾ ഈശോയെക്കുറിച്ച് അത്രേ തീക്ഷ്ണമായി, അല്ലെ ഈശോയുമായിട്ട് നമ്മുടെ തോമാശ്ലീഹായ്ക്ക് അത്രയേറെ ബന്ധമുണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശൂലത്താൽ ശത്രുക്കൾ വന്ന് കുന്തം കൊണ്ട് തോമാശ്ലീഹായെ കുത്തി. തോമാശ്ലീഹ അവിടുന്ന് ഓടി. തോമാശ്ലീഹ സ്ഥാപിച്ച ഒരു കൽക്കുരിശുണ്ടായിരുന്നു. കൽക്കുരിശിൻ്റെ അടുത്തേക്ക് ഓടി കൽക്കുരിശയിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തോമാശ്ലീഹായുടെ ജീവൻ വെടിഞ്ഞുവെന്നാണ് പറയുന്നത്. എത്ര തീക്ഷ്ണമായിട്ടാണ് തോമാശ്ലീഹ മരിച്ചതല്ലേ? രക്തസാക്ഷിത്വം വരിച്ചത് എത്ര തീക്ഷ്ണമായിട്ടാണ്. നമുക്കറിയാം പെരിയ മലയിൽ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു. അവിടെ ഒരു പള്ളിയിൽ നമ്മൾ വീഡിയോയിൽ കണ്ടു. തോമാശ്ലീഹ അവിടെ സംസ്കരിക്കപ്പെട്ടു. നമുക്കറിയാം ജൂലൈ 3-ാം തീയതി ദുഖറാന തിരുനാളിലാണ് നമ്മൾ ഈ തോമാശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ജൂലൈ 3-ാം തീയതി ദുഖറാന തിരുനാൾ എന്ന പേരിൽ ഭാരത ക്രൈസ്തവ സമൂഹം ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്നു. തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ഓർമ്മ. അതുപോലെ 1972 തോമാശ്ലീഹായുടെ 19-ാം ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ 6-ാം പൗലോസ് പാപ്പ അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ ശ്ലീഹ എന്ന് പ്രഖ്യാപിച്ചു. ഈ ഒരു വലിയ പ്രഖ്യാപനം അല്ലേ? സന്തോഷമുള്ള പ്രഖ്യാപനം നമുക്കൊക്കെ അല്ലേ? 1972 തോമാശ്ലീഹായുടെ 19-ാം ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ 6-ാം പൗലോസ് പാപ്പ, ആരാണ്? 6-ാം പൗലോസ് പാപ്പ തോമാശ്ലീഹായെ ഭാരതത്തിൻ്റെ ശ്ലീഹ എന്ന് പ്രഖ്യാപിച്ചു. തോമാശ്ലീഹ ഭാരതത്തിൽ വന്ന് നമ്മളെ ഓരോരുത്തരെയും മാമോദീസ മുക്കി തോമാശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലേ? നമ്മൾ മുദ്രാവാക്യമൊക്കെ വിളിക്കും. നിങ്ങളുടെ സൺഡേ സ്കൂളിൽ മുദ്രാവാക്യം വിളിക്കുകയല്ലേ?
പ്രേക്ഷിത ധന്യൻ സെൻറ് തോമസ് ഞങ്ങൾക്കേകിയ ദീവശിക, വിശ്വാസത്തിൻ ദീവശിക, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. എത്ര തീക്ഷ്ണമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ തോമാസ് ലീഗ പകർന്നു തന്ന വിശ്വാസ തീക്ഷ്ണത നമ്മൾ കെടാതെ സൂക്ഷിക്കണം. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ വിശ്വാസ തീക്ഷ്ണത കെടാതെ സൂക്ഷിക്കണം. അഗ്നി പോലെ കത്തി ജ്വലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിന് ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കും. ഇതാണ് നമ്മൾ ഈ തോമാസ് ലീഗായുടെ വിശ്വാസ പ്രഖ്യാപനം, അല്ലെങ്കിൽ തോമാസ് ലീഗ ഭാരതത്തിൽ വന്ന് നമ്മളെ ഓരോരുത്തരെയും വിശ്വാസികളാക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കൈത്താ കാലത്തെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? കൈത്താ കാലത്തെക്കുറിച്ച്. പന്തക്കുസ്താ തിരുനാളിന് ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് കൈത്താ കാലം ആരംഭിക്കുന്നത്. എന്നാ കൈത്താ കാലം ആരംഭിക്കുന്നത്? പന്തക്കുസ്താ തിരുനാളിന് ശേഷം. നമുക്കറിയാം, സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധി അമ്മയുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ പന്തക്കുസ്തായിലല്ലേ. ഈ പന്തക്കുസ്താ തിരുനാളിന് ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് കൈത്താ കാലം ആരംഭിക്കുന്നത്. അന്ന് സഭയുടെ അടിസ്ഥാനമായ 12 സ്ലീഹന്മാരുടെ തിരുനാളാണ്. ഈ സ്ലീഹന്മാരാണ് നമുക്ക് വിശ്വാസം പകർന്നു തന്നിരിക്കുന്നത് അല്ലേ. ഈ 12 സ്ലീഹന്മാരുടെ തിരുനാളുകളാണ് അന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ സ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി വേര് പിടിച്ച് സഭ വളർന്ന് ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകി. നമുക്കറിയാം, സിസ്റ്റർ റാണി മരിയ, ഗ്രഗാം സ്റ്റേന് അല്ലേ, ഇതുപോലെയുള്ള ദൈവസഹായം പിള്ള, ഇതുപോലെ ഒത്തിരി രക്തസാക്ഷികൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. ഇവർക്കെല്ലാം ജന്മം നൽകിയത് ആരാ? ഈ സ്ലീഹന്മാരുടെ വിശ്വാസ തീക്ഷ്ണതയാണ്. അവർ നമുക്ക് പകർന്നു തന്ന വിശ്വാസമാണല്ലേ. ഇത് വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത്. എന്താ ഈ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത്? വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത്. കൈത്ത എന്ന സുറിയാനി വാക്കിന് വേനൽക്കാലം അല്ലെങ്കിൽ ഫലാഗമന കാലം എന്നാണ് അറിയപ്പെടുന്നത്. കൈത്ത എന്ന വാക്ക് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വേനൽക്കാലമെന്നും അല്ലെങ്കിൽ ഫലാഗമന കാലമെന്നുമാണ് അത് അറിയപ്പെടുന്നത്. സഭയുടെ വിശുദ്ധ സന്താനങ്ങളായ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മ കൈത്താ കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ നാം അനുസ്മരിക്കുന്നു. എന്താ ആചരിക്കുന്നത്? കൈത്താ കാലത്ത് എന്താ നാം വെള്ളിയാഴ്ചകൾ എന്താ ആചരിക്കുന്നത്? സഭയുടെ വിശുദ്ധ സന്താനങ്ങളായ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മ, വിശുദ്ധിയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ കാലം, കൈത്താ കാലം നമ്മെ സഹായിക്കുന്നു. നമ്മളിലുള്ള വിശുദ്ധിയുടെ സൽഫലങ്ങൾ, നമ്മളിലെ വിശുദ്ധിയുടെ സൽഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണം. അതാണ് ഈ കാലം നമ്മളെ അനുസ്മരിക്കുന്നത്. എന്താ നമ്മൾ പഠിച്ചത്? പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ച ഈശോ അല്ലേ. ഈശോ നമ്മൾ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ടല്ലേ. പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിനെ കൂടുതൽ തീക്ഷ്ണതയുള്ള ആക്കി തീർക്കണം. അതാ തോമാസ് ലീഗ നമുക്ക് വിശ്വാസം പകർന്നു തന്നിട്ടുണ്ട്. രക്തസാക്ഷിത്വം വരിച്ചു തോമാസ് ലീഗ അല്ലേ. നമുക്ക് വേണ്ടി ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അനേക രക്തസാക്ഷികളൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് നമ്മളോട് പറയുകയാണ് നമ്മുടെ വിശുദ്ധിയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മക്കളെ, നമ്മുടെ വിശുദ്ധിയുടെ സൽഫലങ്ങൾ എൻ്റെ മക്കൾ പുറപ്പെടുവിച്ച് നല്ല വിശുദ്ധരായ വിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളരണം. അതിനാണ് നമ്മൾ ഈ പാഠമൊക്കെ പഠിക്കുന്നത്. സാറ് നിങ്ങളെ വഴി കാട്ടാൻ ഒരു തിരുവചനം പഠിപ്പിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെയും എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. മത്തായി 28:20. നോക്കിയാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം. ആര് കൽപ്പിച്ചവയാ? ഈശോ നമ്മളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെയും എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളിൽ നിന്ന് പോകുകയല്ല, ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നാണ്. ലോകാവസാനം വരെയും നമ്മളോടുകൂടി ഉണ്ടാകാനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചതല്ലേ. അപ്പോൾ ഈശോ അത് മത്തായിയുടെ സുവിശേഷം 28:20. അതുകൊണ്ട് എൻ്റെ മക്കൾ വചനം കാണാണ്ട് പഠിക്കണം. അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ പുസ്തകത്തിൻ്റെ പുറകിലുള്ള ചോദ്യം, മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നിറങ്ങിയത് എന്ന്, എവിടെ? അതൊരിക്കലും മറന്നു പോകരുത്. എന്നാ? AD 52 കൊടുങ്ങല്ലൂരിൽ. AD 52 കൊടുങ്ങല്ലൂർ. അതുപോലെ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ 7. നമുക്കറിയാം 7 പള്ളികൾ. സാർ അതിൻ്റെ ചിത്രങ്ങളും പേരും ഒക്കെ പറഞ്ഞതാണല്ലേ. അത് നിങ്ങൾ മറക്കാതെ നോട്ടിലേക്ക് എഴുതണം. അതുപോലെ കൈത്താക്കാലം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന എന്താണ് വിശുദ്ധിയുടെ ഫലങ്ങൾ
ധാരാളം പുറപ്പെടുവിച്ചുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതാണ് കൈത്താക്കാലം നമ്മളെ അനുസ്മരിക്കുന്നത്. ഈ പാഠം പഠിച്ചപ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തണം. എന്താ? നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തും. നമുക്കറിയാം, എത്രയോ തീഷ്ണതയോടെയാ തോമാശ്ലീഹ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നതല്ലേ വിശ്വാസം പകർന്നു തരാൻ. എന്നിട്ട് രക്തസാക്ഷിയായി. ഈ തോമാശ്ലീഹായുടെ, നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ മാതൃക നമ്മൾ അനുസരിച്ച് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന വിശ്വാസം, നല്ല ക്രൈസ്തവ കുടുംബത്തിലെ മക്കളാണ് നമ്മളല്ലേ. ഈ കുടുംബത്തിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നും ഒക്കെ നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന വിശ്വാസം കൂടുതൽ നമുക്ക് ദൃഢപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ തോമാശ്ലീഹായുടെ നല്ല മക്കളായിത്തീരുന്നത്. നമ്മൾ മാർത്തോമാ സഭയിലെ അംഗങ്ങളല്ലേ, നല്ല മിടുക്കരായ മക്കളായിത്തീരുന്നത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് പന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും അയച്ചതുപോലെ ഞങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ച് മാർത്തോമാശ്ലീഹ വഴി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല ജനപദങ്ങളുടെയും നാദിയായ പരിശുദ്ധ കന്യകാമറിയമേ, ഈ വിശ്വാസം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി സ്വർഗരാജ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മേ, തിരുക്കുമാരനോട് എപ്പോഴും അമ്മ മധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ നീലയങ്കിയിൽ പൊതിഞ്ഞ് കുഞ്ഞു മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ. അമ്മ ഞങ്ങളെ കൈപിടിച്ച് തൻ്റെ തിരുക്കുമാരൻ്റെ ചാരയെ നിർത്തണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. കുഞ്ഞുമക്കളെ, നമുക്ക് തോമാശ്ലീഹ വഴി പകർന്നു കിട്ടിയിരിക്കുന്ന വിശ്വാസ തീഷ്ണത, വിശ്വാസം കൈവെടിയാതെ നമ്മൾ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കണം. അതിന് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും ശക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.